ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ യു കെയിലെ നേഴ്സിങ്ങിൽ ഇവിടുത്തെ യു കെയിലെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ നേഴ്സിംഗ് ഹോമിലല്ല, നേഴ്സിംഗ് ഹോമിൽ മൊത്തത്തിൽ ഒരു കൾച്ചറാണ്. എന്നാലും നേഴ്സിംഗ് ഹോമിലല്ല, കൂടുതലും NHS വർക്ക് ചെയ്യുമ്പോഴുള്ള ഗുണങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ആദ്യമായിട്ടൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മളിവിടെ ജോലി ചെയ്യുമ്പം നമുക്ക് ഇപ്പം വാർഡിലാണേലും ഇവിടെയാണേലും ഇപ്പോൾ ഇൻചാർജ് ഉണ്ടെങ്കിലും നമുക്ക് നാട്ടിലത്തെ പോലെ അങ്ങനെ ഭയങ്കരമായിട്ട് പേടിക്കേണ്ട കാര്യമില്ല. നാട്ടിലാണെങ്കിലും നമ്മൾ അവരെന്നാ പറയും, അവർ നമ്മൾ ചെയ്യുന്നിടത്ത് നോക്കും, എഴുതുന്നിടത്ത് നോക്കും. അങ്ങനെ പേഷ്യൻസിൻ്റെ നമുക്കവിടെ നിന്ന് ഇരിക്കാൻ പോലുമുള്ള ഒരു എന്നാ വാർഡ് സിസ്റ്ററൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇരിക്കാൻ പോലുള്ള അനുവാദം ഇല്ല അല്ലേ. അങ്ങനെ പക്ഷേ ആ കാര്യത്തിലൊക്കെ ഇവിടെ നമുക്ക് നല്ല ഒരു അന്തരീക്ഷമാണ് ഉള്ളത്. അതായത് ഇപ്പം ഇവിടെ നമുക്ക് നല്ല സ്വാതന്ത്ര്യമാണ്. നമ്മളിപ്പോൾ അവിടെ നിന്ന് നമ്മുടെ റൈറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഇരുന്ന് നമുക്കത് നമ്മുടെ സമയം അനുസരിച്ച് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ജോലിയിൽ ആരും ഇൻ്റർഫിയർ ചെയ്യാൻ വരത്തില്ല. നീ അത് ചെയ്തോ, നീ ഇത് ചെയ്തോ, അങ്ങനെയൊന്നും ചോദിച്ചുകൊണ്ടൊന്നും വരത്തില്ല. അപ്പം നമ്മൾ നമ്മുടെ ജോലി പ്രോപ്പറായിട്ട് ചെയ്യുക. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് ചോദിച്ചാൽ, അല്ല നമ്മുടെ സീനിയേഴ്സിൻ്റെ അടുത്തോ നമ്മുടെ കൂടെ ജോലി ചെയ്ത കൊളീഗ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക. ഇപ്പം നാട്ടിലാണെങ്കിൽ നമുക്ക് നമ്മുടെ സീനിയേഴ്സിനെ പേടിക്കണം. പിന്നെ സീനിയോരിറ്റി അനുസരിച്ച് ഇപ്പം ജസ്റ്റ് സീനിയറാണെങ്കിൽ അവരുടെ ഇതനുസരിച്ച് പേടിക്കണം. അതിന് സീനിയർ, അങ്ങനെ മോസ്റ്റ് സീനിയർ ആയിട്ടുള്ള നേഴ്സിനെയും വാർഡ് ഇൻചാർജിനെയും ഇത് നേഴ്സിംഗ് സൂപ്രണ്ടുണ്ട്, അവരെയൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് പേടിക്കണം അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു രീതി അല്ല ഇവിടെ. ഇവിടെ എല്ലാവരെയും വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളെല്ലാവരും പേരാണ് വിളിക്കുന്നത്. അല്ല നമ്മൾ സിസ്റ്റർ അങ്ങനെയുള്ള ഒരു സ്ഥാനപ്പേര് കൊടുത്തല്ല വിളിക്കുന്നത്. അപ്പോൾ അത് തന്നെ നമുക്കൊരു ഫ്രീഡം, അവരുടെ അടുത്ത് ഫ്രീഡം ഉണ്ടാകും. അവർ നമ്മളോട് സംസാരിക്കുന്നതാണേലും നല്ല ഫ്രീ ആയിട്ടും മോസ്റ്റ് ആൾക്കാരും അങ്ങനെയാണ്. നല്ല എന്നാ ഫ്രണ്ട്ലി ആയിട്ടുള്ള സംസാരമാണ് നമ്മളോട്. അപ്പോൾ തന്നെ നമുക്കൊരു കംഫർട്ടബിൾ ആകും. പിന്നെ ചുരുക്കം ചിലർ മാത്രമുണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഫ്രണ്ട്ലി അല്ലാത്തവർ. എന്നാലും നമ്മളോട് റൂഡായിട്ട് പറയാനോ റൂഡായിട്ട് പെരുമാറാനോ ഒന്നും പറ്റത്തില്ല. അവർ നമ്മളോട് സംസാരിക്കുന്നതൊക്കെ ഭയങ്കര നല്ല പൊളൈറ്റായിട്ട് നല്ല രീതിയിലും ആയിരിക്കും നമ്മളെ അപ്രോച്ച് ചെയ്യുന്നതും നമ്മളോട് സംസാരിക്കുന്നതും. അല്ലാതെ റൂഡായ രീതിയിലൊന്നും ഇവിടെ അത് ഇല്ലീഗലാണ് ഇവിടെ റൂഡായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത്. ഇപ്പം നാട്ടിലാണെങ്കിലും നമ്മുടെ സീനിയേഴ്സ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ വേഗം നമ്മൾ അവിടെ എഴുന്നേറ്റ് നിൽക്കണം, ബഹുമാനിക്കണം. അങ്ങനത്തെ ഒരു ആചാരമൊക്കെ ഉണ്ടല്ലേ. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മുടെ വാർഡ് മാനേജറാണ് വരുന്നതെങ്കിൽ പോലും നമ്മളിരുന്നൊരു വർക്ക് ചെയ്യുവാണെങ്കിൽ നമ്മൾ അവിടെ ഇരുന്ന് നമ്മുടെ വർക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യും. അവർ ഇപ്പം സൂപ്രണ്ടൻ്റ്, അതായത് മേട്രൺ വന്നാലും നമ്മളവിടെ ഇരിക്കുവാണെങ്കിൽ നമ്മളവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവർ ചോദിക്കുന്നതിന് മറുപടി പറയും, അങ്ങനെ സംസാരിക്കും. അവർ വരും, കാര്യങ്ങൾ ചോദിക്കും, പോകും. അങ്ങനെയാണ്. അല്ലാതെ നമ്മൾ ചാടി എഴുന്നേറ്റ് ഇങ്ങനെ തൊഴുത് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നാട്ടിലാണ് അതൊക്കെ. അവർ വരുമ്പോഴത്തേനും എന്തോ ഭയങ്കരമായിട്ട് വലിയ ആൾക്കാർ വരുന്ന പോലെ നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ റെസ്പെക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. റെസ്പെക്റ്റൊക്കെ ഉണ്ട് ഇവിടെങ്കിലും നമുക്ക് അങ്ങനെ ഓവറായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. നല്ല രീതിയിൽ നമ്മളൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അപ്രോച്ചാണ്. നമ്മളും അതെ അങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ സംസാരവും കാര്യങ്ങളെല്ലാം, നമ്മളോടുള്ള പെരുമാറ്റമെല്ലാം. പിന്നെ വേറൊരു കാര്യം, ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരുമ്പോഴൊക്കെ, ഡോക്ടേഴ്സ് വാർഡിലൊക്കെ വരുമ്പോഴൊക്കെ, നാട്ടിലൊക്കെ അവർ വരുമ്പോൾ അയ്യോ നമ്മളേതാണ്ട് ഭയങ്കര താഴെയുള്ള നേഴ്സസിനെ ഭയങ്കര താഴെ തട്ടിലുള്ള ഒരാൾക്കാർ, അവർ ഭയങ്കര വലിയ ഉയർന്ന തട്ടിലുള്ള ആൾക്കാരെന്ന രീതിയിലുള്ള ഒരു മെൻറ്റാലിറ്റിയുള്ള നമ്മളെല്ലാം. അവർ വരുന്നു, അവർ റൗണ്ട്സിന് പോകുന്നു, അവരുടെ പുറകെ ഫയലും എടുത്തുകൊണ്ട് ഓടണം നേഴ്സസ്. എന്നിട്ട് അവർ വഴക്ക് പറയുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ ഫയലെടുത്ത് എറിയുന്നു. അങ്ങനെ അവർ എടുത്ത സാധനങ്ങളെല്ലാം എന്നിട്ട് അവിടെ നിരത്തിയിടും. എന്തെങ്കിലും പ്രൊസീജിയറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരത് ചെയ്തിട്ട് അങ്ങോട്ട് പോകും. അവിടെ നിരത്തിയിട്ടിട്ട് നേഴ്സസ് അതിൻ്റെ ബാലൻസ് ബാക്കി കാര്യങ്ങളെല്ലാം എടുക്കും, പെറുക്കും കാര്യങ്ങളെല്ലാം. ഇന്ന് അവർ രാജാക്കന്മാരും നമ്മൾ അങ്ങനെയുള്ളൊരിതാണല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഡോക്ടേഴ്സ് വന്നാൽ നമ്മൾ കൂടെ പോകും റൗണ്ട്സിന്. പക്ഷേ അവരവരുടെ ജോലി ചെയ്യും, നമ്മൾ കൂടെ നിൽക്കും. അവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മളോട് പറയാനുള്ളതുണ്ട് പറയും, അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യും. അപ്പോൾ അവർ വരുമ്പോഴേ നമ്മൾ തൊഴുതുകൊണ്ട് എഴുന്നേറ്റ് ഓടുകയൊന്നും വേണ്ട. അവരൊരു ഫയൽ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ തന്നെ അതിരിക്കുന്നിടത്ത് തിരിച്ചു കൊണ്ടുപോയി വെക്കണം.
അങ്ങനെയൊക്കെയാണ്. അല്ലാതെ ഇപ്പം നാട്ടിൽ നിന്ന് ചില ഡോക്ടേഴ്സ് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയോടെ വരുന്നവരുണ്ട്. എന്നിട്ട് അവർ പറയും അതെടുത്തോണ്ട് വാ ഇതെടുത്തോണ്ട് വാ. അപ്പം ഇവിടുത്തെ നേഴ്സസ് പറയും ദാണ്ട അവിടെ ഇരിപ്പുണ്ട്, ഫയൽ ആ ട്രോളിയിലുണ്ട്, പോയി എടുത്തോ എന്ന് പറയും. അല്ല ഇന്ന സാധനങ്ങൾ ട്രീറ്റ്മെൻറ്റ് റൂമിലുണ്ട്, അത് പോയി എടുത്തോ എന്ന് പറയും. അല്ലാതെ അതിന് പുറകെ ഓടുന്ന പരിപാടിയൊന്നും ഇവിടെയില്ല. ഇത്രയൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം നമ്മൾ ആരെയും റെസ്പെക്റ്റ് ചെയ്യുന്നില്ലെന്നുള്ളതല്ല. നമ്മൾ അങ്ങോട്ടും അവർ തിരിച്ചിങ്ങോട്ടും റെസ്പെക്റ്റോടെയാണ് പെരുമാറുന്നത്. പരസ്പരം ഒരു റെസ്പെക്റ്റോടെയുള്ള ഒരു പെരുമാറ്റവും ഒരു വർക്ക് അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. അതിപ്പം നമ്മൾ നേഴ്സസ് ആണേലും പിന്നെ കെയറേഴ്സ് ഉണ്ടല്ലോ, കെയറേഴ്സ് നമ്മുടെ നാട്ടിലുള്ള കെയറേഴ്സ് ആണേലും നമ്മുടെ അവരോട് എല്ലാവരും നമ്മൾ നല്ല റെസ്പെക്റ്റോടെയാണ് പെരുമാറുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പരസ്പര റെസ്പെക്റ്റോടെ പെരുമാറും. ആരും ആരെയും ഒരു താഴെ തട്ടിലുള്ള ഒരാൾക്കാരായിട്ട് കണക്കാക്കുകയില്ല. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ നമ്മൾ നാട്ടിലാണെങ്കിൽ നമുക്ക് ഒരാഴ്ചയിൽ മിക്കവാറും 6 ദിവസം ഡ്യൂട്ടി ചെയ്തിട്ട് ഒരു ദിവസം ഓഫ് കിട്ടുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ 12 അവർ ഷിഫ്റ്റാണ് കിട്ടുന്നത്. അല്ലാത്ത ഷിഫ്റ്റ് ചില ഹോസ്പിറ്റലിലൊക്കെ ഞാനൊക്കെ ഇവിടെ വന്ന സമയത്ത് അല്ലാതെ ഇങ്ങനെ 3 ഡിഫറെൻറ്റ് ഷിഫ്റ്റ്സ് ആയിരുന്നു. മോർണിംഗ്, ഈവനിങ്, നൈറ്റ് ഷിഫ്റ്റ്. അപ്പോൾ 8 മണിക്കൂർ വെച്ചായിരുന്നേ. അപ്പോൾ അത് മാറ്റിയിട്ട് ഇപ്പം 12 അവേഴ്സ് ഷിഫ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ ആദ്യമൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുമെങ്കിലും അത് ശരിക്കും പിന്നെ നമ്മളത് എൻജോയ് ചെയ്യാൻ തുടങ്ങും. എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് 3 ദിവസം ജോലിക്ക് പോയാൽ മതി ആഴ്ചയിൽ. ബാക്കി 4 ദിവസം നമ്മൾ ഫ്രീ ആണ്. നമുക്കിപ്പം വീട്ടിലെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ, ഷോപ്പിങ്ങിന് പോകണമെങ്കിൽ, ഇനി ഫ്രണ്ട്സിൻ്റെ അടുത്ത് എവിടെയെങ്കിലും പോകണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് വെളിയിൽ എവിടെയെങ്കിലും ഒന്ന് ഔട്ടിങ്ങിന് പോകണമെങ്കിൽ ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ഇപ്പം നാട്ടിലാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഓഫെന്ന് പറഞ്ഞാൽ അതിപ്പം നമുക്കത് ഇപ്പോൾ ഒന്നും നമുക്കത് ചിന്തിക്കാനേ പറ്റുകയില്ലേ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ അതൊരു ഭയങ്കര നല്ല കാര്യമാണ്. പിന്നെ ലോങ് അവേഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബ്രേക്ക് എടുക്കാം. ഇപ്പോൾ 1 മണിക്കൂർ ബ്രേക്ക് ഉണ്ട്. ബ്രേക്ക് അൺപെയ്ഡ് ബ്രേക്കാണ്. എന്നാലും നമുക്കത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 പ്രാവശ്യം ബ്രേക്കിൽ പോയി വല്ല ഫുഡ് കഴിക്കുകയോ അങ്ങനത്തെ പിന്നെ ഡ്രിങ്ക്സ് കഴിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഡ്രിങ്ക്സ് ഇൻ ബിറ്റ്വീന് നമ്മൾ പരസ്യമായിട്ട് അങ്ങനെ പേഷ്യൻസിൻ്റെയൊക്കെ അടുത്ത് വെച്ച് അങ്ങനെ കാണാത്തക്ക പോലെ വെച്ച് കുടിക്കത്തില്ലെന്നേ ഉള്ളൂ. അല്ല നമുക്ക് ഡ്രിങ്ക്സൊക്കെ വെച്ച് എടുത്ത് കുടിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ കുറേ നല്ല കാര്യങ്ങൾ ഇവിടെ NHSലുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അതുപോലെ തിരക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് സമയം കിട്ടാതെയൊക്കെ വരും. നല്ല തിരക്കൊക്കെ വരുന്ന സമയമുണ്ട്. അപ്പോൾ നമ്മളൊരു ബോട്ടിലിനകത്ത് നമ്മൾ വെള്ളം കൊണ്ട് വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഇപ്പം ഇങ്ങനെ എല്ലാവരും കാണത്തക്ക പോലെ വെക്കാതെ ഇച്ചിരി ഒരു സൈഡിലോട്ടൊക്കെ മാറ്റി വെച്ചേക്കണം. ഇടയ്ക്ക് അതൊന്ന് നമുക്കൊന്ന് സിപ്പ് ചെയ്യാമല്ലോ. അങ്ങനെയൊക്കെ കുടിക്കാം. പിന്നെ ബ്രേക്കിൻ്റെ സമയത്ത് പോയി ഭക്ഷണമൊക്കെ കഴിക്കുക. അങ്ങനെ നാട്ടിലിപ്പം തിരക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ബ്രേക്ക് പോലും എടുക്കാതെ ചെയ്യുന്നവരുണ്ടല്ലോ. ശരി പ്രോപ്പർ ബ്രേക്കൊന്നും കിട്ടാത്തവരൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, നമുക്കത് നമ്മുടെ അവകാശമാണ്. പിന്നെ ചുരുക്കം ചിലരൊക്കെ തിരക്ക് കാരണം ബ്രേക്കിന് പോയാൽ നമ്മുടെ പണി രീതിയല്ലോ നോർത്തിട്ട് അതുപോലെ തിരക്ക് വരുന്ന സമയത്ത് ചിലരൊക്കെ ചിലപ്പം അത് മൈൻഡ് ചെയ്യാതെ അങ്ങ് വർക്ക് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഭൂരിഭാഗം സമയത്തും നമുക്ക് ബ്രേക്കൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. പിന്നെ ഇവിടെ NHS വർക്ക് ചെയ്യുന്നവർക്കുള്ളൊരു ഗുണം തന്നെ അല്ലെങ്കിൽ NHSന് മാത്രമല്ല NHS സ്റ്റാഫിനെല്ലാം ബ്ലൂ ലൈറ്റ് കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡ് എടുക്കുക. അത് അങ്ങനെ ആ കാർഡ് ഉണ്ടെങ്കിൽ ഒത്തിരി ഷോപ്പുകളിൽ കുറേ ഓഫറൊക്കെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ID കാർഡ് കാണിച്ചാലും കുറച്ച് ഷോപ്പുകളൊക്കെ, അതായത് NHS ID ഉള്ളവർക്ക് ID കാർഡും കൊണ്ട് ചെല്ലണം. അങ്ങനെയുള്ളവർക്കും കുറേ ഓഫൊക്കെ കിട്ടുന്ന, അതായത് ഡിസ്കൗണ്ട് കിട്ടുന്ന ഒരു പരിപാടിയുണ്ട് ഷോപ്പുകളിലൊക്കെ. ചില ഷോപ്പുകളിലൊക്കെ നമുക്ക് ചിലയിടത്തൊക്കെ നമ്മൾ അവിടെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഷോപ്പിംഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ NHS സ്റ്റാഫിന് അത് അവിടെ അക്കൗണ്ട് എടുക്കാനുള്ള, അതായത് കോസ്കോ എന്നൊക്കെ പറഞ്ഞ ഷോപ്പിൽ നമുക്ക് NHSലുള്ളവർക്കും അവിടെ അക്കൗണ്ട് എടുക്കാം. അതൊരു നല്ല ക്വാളിറ്റി ഉള്ളൊരു ഒരു ഷോപ്പാണ്. അപ്പോൾ കുറേ ഡിസ്കൗണ്ടിലൊക്കെ അത് നമ്മൾ ഇച്ചിരി കൂടുതൽ സാധനങ്ങളൊക്കെ കൂടുതൽ, അതായത് ചെറിയൊരു ഹോൾസെയിൽ അങ്ങനെയുള്ള രീതിയിലാണ്. എന്നാലും നമുക്ക് കുറച്ചുകൂടെ അങ്ങനെ മേടിക്കണം, നല്ല ക്വാളിറ്റിയുള്ള സാധനം കുറച്ച് ഡിസ്കൗണ്ടിലൊക്കെ കിട്ടും. അവിടെ നമ്മുടെ NHSൻ്റെ കാർഡ് കാണിച്ചാൽ ഡിസ്കൗണ്ടൊന്നും കിട്ടത്തില്ല കേട്ടോ. പക്ഷേ അവിടെ ഇങ്ങനെ ബൾക്കായിട്ട് കൊടുക്കുമ്പം അവരുടെ തന്നെ നമ്മൾ മറ്റ് കടകളിലെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ക്വാളിറ്റി കൂടുതലും അല്പം വില കുറവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതുപോലെ ഗുണങ്ങളുള്ള പോലെ തന്നെ കുറച്ച് ബാഡ് സൈഡ്സ് ഉണ്ട് കേട്ടോ. അത് ഞാൻ ഇതിനകത്ത് പറയുന്നില്ല. അതിനിയിപ്പോൾ നമ്മൾ വേറൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ടല്ലോ ഓരോ കാര്യങ്ങൾക്ക് അതിൻ്റേതായ. പക്ഷേ നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ
ഇവിടെ നമുക്ക് നാട്ടിലേക്കാളും നല്ല ഫ്രീഡമാണ്. നമുക്ക് ജോലി ചെയ്യാനും അതായത് നമ്മുടെ കാര്യങ്ങൾ ആരോടെങ്കിലും പറയണമെങ്കിൽ പറയാനും, നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവരുടെ ഇടയ്ക്കൊക്കെ നമ്മളോട് ചോദിക്കും, മാനേജരൊക്കെ അയ്യോ ഒക്കെ എന്നൊക്കെ ചോദിക്കും, നിനക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ, അങ്ങനെയൊക്കെ നമുക്ക് ഇയർലി ഒരു മീറ്റിംഗ് ഉണ്ട്. നമ്മുടെ അതായത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അവർ ചോദിക്കും, പറയും. അങ്ങനെയൊക്കെ പറയുകയൊക്കെ ചെയ്യാം. നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചെന്ന് പറയാം. അതെല്ലാം അവർ കൺസിഡർ ചെയ്യും. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു രീതിയിലുള്ള ഔട്ട്കം ഒന്നും വന്നില്ലേ പോലും നമുക്ക് കുറേയെങ്കിലുമൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞ് ഒന്ന് സോൾവ് ആക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത് എന്നാന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മൾ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കിവിടെ ചെയ്താൽ മതി കേട്ടോ. നമ്മൾ മാക്സിമം എല്ലാം കോമ്പിറ്റൻ്റ് ആകാൻ നോക്കും. എന്നാലും ഇപ്പം നമുക്കൊരു IV ക്യാനില ഇടണം, നമ്മൾ കോമ്പിറ്റൻ്റ് അല്ലെങ്കിൽ നമുക്കതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടീമുണ്ട് ക്യാനില ഇടാനുള്ളത്. അപ്പോൾ അവരെ വിളിക്കാം, അല്ലെ ജൂനിയർ ഡോക്ടേഴ്സിനോട് പറയാം, അവരാരെങ്കിലും അത് വന്നിടും. അതുപോലെ ഇപ്പം മെയിൽ കാത്തറ്ററൈസേഷന് നമുക്ക് പറ്റത്തില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട, അത് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ അതിന് കോമ്പിറ്റൻ്റ് ആയിട്ട് തയ്യാറായിട്ടുള്ള വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ചെയ്യും. ഇല്ലേ അത് ഡോക്ടേഴ്സ് തന്നെ വന്ന് ചെയ്യും. പിന്നെ ബ്ലഡ് എടുക്കാൻ അത് നമ്മൾ ചെയ്യണ്ട, അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ടീമുണ്ട്, അത് അവർ ചെയ്തോളൂ. അങ്ങനെ നമ്മൾക്ക് അങ്ങനെയുള്ള കുറേ ബെനിഫിറ്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ കോമ്പിറ്റൻ്റ് ആണെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. അങ്ങനെ അല്ലാതെ ചെയ്തിട്ട് ഇപ്പം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ റെസ്പോൺസിബിളും ആയിരിക്കും. അതുകൊണ്ട് ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ കോമ്പിറ്റൻ്റ് ആണ് എന്ന് ഉറപ്പുള്ള കാര്യങ്ങളാണ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതാണ് നമുക്ക് നല്ലത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.